ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെച്ചാൽ നല്ല ബ്രെഡ് കൊണ്ടുള്ള 1-2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ, നമുക്ക് ആരുടെ ബഹുമാനം കിട്ടുന്നില്ല, അല്ലെ നമ്മളെ ആരും ബഹുമാനിക്കുന്നില്ല എന്ന്. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക. നമുക്ക് തന്നെ ഒരു ബഹുമാനം, അതുപോലെ തന്നെ ഒരു സ്നേഹം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നമുക്കൊരു ഒരു സ്ഥാനം നമുക്ക് തരുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നമുക്ക് അതിന് ആദ്യം വേണ്ടത് ഒരു 6 പീസ് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയാണ് വേണ്ടത്. അപ്പം ഞാനിപ്പോൾ 6 പീസ് ബ്രെഡിന് 3 മുട്ട എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. എങ്കിൽ ആ മുട്ടയുടെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളകിൻ്റെ ക്രഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ചില്ലി പൗഡർ, അതായത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിനയില വേണമെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ബാക്കി വരുന്ന ബ്രെഡിൻ്റെ പൊടി ഉണ്ടാവില്ല, അതൊന്ന് ജസ്റ്റ് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഓരോ പീസ് ബ്രെഡും നമ്മുടെ ഈ മുട്ടയിലേക്ക് മുക്കിയിട്ട് നന്നായിട്ട് മുക്കണം. മുട്ട ആ ബ്രെഡ് മൊത്തത്തിലൊന്ന് പൊതിഞ്ഞെടുക്കണം. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, അതിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഒരുപാട് നല്ല തിക്കിൽ കൂട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ മുട്ടയിൽ മുക്കിയിട്ട് നിങ്ങൾക്ക് ബ്രെഡിൽ മുക്കാവുന്നതാണ്, ബ്രെഡ് ക്രംസിൽ മുക്കാവുന്നതാണ്. ഇനി മുട്ട യൂസ് ചെയ്യാത്ത ആളാണെങ്കിൽ ഇതേ ടൈപ്പിൽ തന്നെ നിങ്ങൾക്ക് പാലും ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ മുട്ടയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട കറക്റ്റ് പാകത്തിനായിരുന്നു നമ്മൾ എടുത്തത്. 6 പീസ് ബ്രെഡിന് 3 മുട്ട. നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഓരോ പീസ് ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ നന്ന കുറവിൽ വെക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ബ്രെഡ് ഒരുപാട് ഓയിൽ വലിച്ചെടുക്കും. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല. രണ്ടിൻ്റെയും മിഡിലായിട്ട് കൺട്രോൾ ചെയ്യണം. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞും പോകും. എന്നാൽ നല്ല ബ്രൗണിഷ് കളറായിട്ട് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡാർക്കായിട്ട് തോന്നുമെങ്കിലും ആവശ്യത്തിനുള്ള ബ്രൗൺ കളർ മാത്രമേ ഉള്ളൂ. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊരു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എപ്പോഴും നമ്മൾ ഈ ബ്രെഡൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് എണ്ണ അതിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല യെല്ലോയിഷ് ഗോൾഡ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത സെറ്റും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് അവർ വരുന്ന സമയത്ത് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു ഈവനിങ് സ്നാക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോസോ അല്ലെങ്കിൽ മയോണൈസോ അല്ലെങ്കിൽ ചീസോ വെച്ച് നിങ്ങൾക്ക് ഇത് സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മയോണൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ക്യാബേജ് അങ്ങനെ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ വെച്ചിട്ട് ഫില്ലപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ അടിപൊളി ബ്രെഡ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. ഒരാൾക്ക് ഒന്നെന്നുള്ള രീതിയിൽ തന്നെ വയറ് നിറയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.